കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ചിക്കന് കിഴങ്ങൊക്കെ ഇട്ടാണ്ട് തേങ്ങ അരച്ചൊരു കറി വെക്കാൻ, തേങ്ങ വറുത്തരച്ചത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ തേങ്ങയിലോട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ പൊടികൾ ചേർത്ത്. അപ്പോൾ തേങ്ങ ഒരു ഗോൾഡൻ കളറായി വന്നപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്ത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഒന്ന് വറുത്ത് മാറ്റി വെക്കുക. പിന്നെ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ചധികം ചെറുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് തേങ്ങ അരച്ചത് ചേർക്കുക. തേങ്ങേൻ്റെ കൂടെ അരപ്പിന്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമ്മളെ മെയിൻ സാധനമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് അങ്ങ് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനി അതിലോട്ട് നമ്മുടെ കറിവേപ്പും മല്ലിയിലൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെക്കാം കേട്ടോ. ഇപ്പം നമ്മൾ അടിപൊളി സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റിന് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിച്ചു, പിന്നെ ചോറും കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചൂട് കട്ടനും കൂടെ കുടിച്ചപ്പോൾ സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ.